പല കുടുംബങ്ങളുടെ തകർച്ചയും അവരുടെ പ്രശ്നങ്ങളും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ നമ്മൾ അറിയുമ്പോൾ ഞാൻ ഇപ്പോഴേ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം, കല്യാണം കൊണ്ട് നമ്മളുടെ ജീവിതം തകരരുത്, അത് ശ്രദ്ധിച്ച് അതിനുള്ള തീരുമാനം എടുക്കണം, അല്ലാണ്ട് ട്രാപ്പിൽ പോയി പെടരുത് എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെന്ന് വെച്ചാൽ ഇത്രയും നാള് ഞാൻ ഒരു മരുമകൾ ഭാര്യ എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചത്. ഇനിയിപ്പോ ഞാനൊരു 3 മക്കളുടെ അമ്മ എന്നുള്ള നിലയിൽ വരുമ്പോ 3 ആൺകുട്ടികളാണ്. അപ്പോ അതും എന്നെ ഇപ്പോഴേ ജയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ചില പേരൻസ് മക്കളെ ധരിപ്പിച്ചിരിക്കുന്നത് കല്യാണമാണ് എല്ലാം എന്നൊരു ഞങ്ങളുടെ തൊട്ട് മുമ്പേയുള്ള ജനറേഷൻ തന്നെ പറയും. ഇപ്പോഴത്തെ ജനറേഷനിൽ ഇത് കുറവാണ്. കോഴ്സ് കഴിഞ്ഞ ഉടനെ ജോലി കിട്ടുക, ജോലി കിട്ടി കഴിഞ്ഞ ഉടനെ കല്യാണം, അത് കഴിഞ്ഞ ഉടനെ പ്രസവം, അങ്ങനെ ഒരു പാറ്റേണിൽ പോകുന്നതാണ്. പക്ഷെ എല്ലാവർക്കും അതുപോലെ ആവണമെന്ന് അത് ഇപ്പോഴുള്ള കുട്ടികളെടുത്ത് നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവരെല്ലാം ടെൻഷൻ ആവുന്നത്. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പുതിയ കുട്ടികൾ എനിക്കൊരു തെറ്റ് പറയാൻ തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ കണ്ട കാഴ്ചകളിലൊക്കെ ആക്ച്വലി ഇതൊരു പരിധിവരെ ഒരു ട്രാപ്പായിട്ട് സ്ത്രീയെ സംബന്ധിച്ചിട്ടുണ്ട്. ആ ആണുങ്ങളെ സംബന്ധിച്ചിട്ടും ഉണ്ടാവാം. ഞാൻ കാണുന്നത് കുറവായിരിക്കാം. പക്ഷെ സ്ത്രീയെ സംബന്ധിച്ചാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. എൻ്റെ ഒരുപാട് റിലേറ്റീവ്സും എൻ്റെ ചുറ്റുപാടുള്ള പല സ്ത്രീകളെയും ഞാൻ എടുത്തു നോക്കുമ്പോൾ ഒരു വലിയൊരു ട്രാപ്പായി എന്താ പറയുക, ഒരു വല്ലാത്തൊരു അകപ്പെട്ട് കിടക്കുന്ന ജീവിതമാണ്. സ്വാതന്ത്ര്യമില്ലാതെ ഒരു സ്വന്തം ഇഷ്ടം ഒക്കെ പുറത്ത് കാണിക്കാനോ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനോ കഴിയാത്ത രീതിയിലുള്ള ഒരു ട്രാപ്പ്.